പ്രയോജനൊക്കെ ചേട്ടൻ ഇടിച്ചു എനിക്കും അങ്ങനെയൊക്കെ തോന്നി. എന്റെ മാതാപിതാക്കളുടെ ഗുണമോ സിനിമയിലൊക്കെ ഒരു വൈകിപ്പോയി തോന്നണ്ട. ഒരിക്കലുമില്ല. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്ന ഒരാളല്ല. ഞാൻ യാദൃശ്യമായിട്ട് ജോജി ജോർജ് എന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തി വഴി പണി എന്ന സിനിമയിൽ അഭിനയിച്ചാണ് ഞാൻ ഈ ലോകം മുഴുവൻ അറിയുന്നത്. അപ്പം പക്ഷേ ഇനിയും ഇതിൽ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് ആളല്ലേ, അതുകൊണ്ട് സിനിമ കിട്ടണമെന്നൊന്നുമില്ലല്ലോ. കഴിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിനിമ വരാനൊരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഇതല്ലേ. സൗഹൃദം ചിലപ്പോൾ ഗുണമുണ്ടാവുമായിരിക്കും. ഇതുവരെ എനിക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആരെയും ദോഷം ചെയ്യാൻ പോകുന്ന ഒരാളല്ല. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ ശല്യം ചെയ്തോ വിളിച്ച് ശല്യം ചെയ്തോ അങ്ങനെ ഒരു വ്യക്തിയേ അല്ല ഞാൻ. പിന്നെ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കണ്ടിട്ട് കഥ എഴുതുന്നവരും അല്ല സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ നമ്മളെ വേഷം ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നല്ല വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ ലാലേട്ടനെ കാണുകയെന്ന് പറയുന്നത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലാലേട്ടൻ്റെയും മോൻ്റെയും കൂടി ഒരു വീഡിയോ വോയിസ് കണ്ടിട്ട് ഭയങ്കര വൈറലായിരുന്നു. അങ്ങനെയൊക്കെ ഏറ്റവും എന്താ റെയർ ആയിട്ടുള്ളൊരു ഇത് കിട്ടുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് മുമ്പ് ഞാൻ പറഞ്ഞു അതെൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂമെൻറ്റ്സ് ആണ്. അതൊക്കെ വലിയ വലിയ ഭാഗ്യമായിട്ട്. ഓക്കെ, പുതിയ പടം ഇനിയും 2 പടം ഞാൻ അഭിനയിച്ച് റിലീസ് ചെയ്യാനുണ്ട്. ആശാൻ എന്ന് പറഞ്ഞൊരു പടം ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്ത് അതുണ്ട്. പിന്നെ നാദിഷിക്കയുടെ മാജിക് മഷ്റൂം ഉണ്ട്. അമൽ കെ ജോബിയുടെ ആഘോഷം എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒന്നിച്ച് ചോദിക്കാൻ വന്നത്. അങ്ങനെ ഒരു സിനിമ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പിന്നെ ആർക്കും ആഗ്രഹമില്ലാതെ അങ്ങനെ ഒരു സിനിമ നടക്കട്ടെ. പ്ലാൻ സംസാരിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അയ്യോ ഒന്നുമില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ലാലേട്ടനും അറിഞ്ഞിട്ടില്ല. മലയാളത്തിൽ ഭവിഷ്യമില്ലാത്ത സിനിമ ഉണ്ടാവില്ലെന്നാണോ? എൻ്റെ നാക്ക് പൊന്നാവട്ടെ മോനെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഈ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ വൈറലായിട്ട് നടന്നില്ലേ, പ്രണവിനെ ഞങ്ങളുടെ യാത്രയിൽ കിട്ടിയൊരു വീഡിയോ. അത് ഒരുപാട് വ്യൂവേഴ്സായി. അതെ, നല്ല രസമുള്ള അപ്പൻ്റെ മോൻ്റെ നല്ല രസമുള്ളൊരു വീഡിയോ. അതെൻ്റെ ഇങ്ങനെ യാദൃശ്യമായിട്ട് കിട്ടിയൊരു ക്യാപ്ചറായിരുന്നു. ഒരു മൊറോക്കോയിൽ നടന്നു. ക്യാപ്ഷൻ അടിപൊളിയായിരുന്നു. രാജാവിൻ്റെ മകനും പടത്തിലെ അതെ, നല്ല രസമില്ലായിരുന്നു ആ ബീജിയം. ഞാനിങ്ങനെ മ്യൂസിക് ഇട്ട് നോക്കിയപ്പം ആദ്യം ക്യാപ്ഷൻ എഴുതി കഴിഞ്ഞപ്പം അത് തന്നെ മ്യൂസിക് സെർച്ച് ചെയ്തു, അത് തന്നെ വന്ന് അങ്ങനെ പക്ഷേ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ലാലേട്ടനൊക്കെ നമ്മൾ കാണാത്ത ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ ചേട്ടനുണ്ടാവല്ലോ. നമ്മൾ കാണാത്ത വീഡിയോസ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഫുഡ് കഴിക്കുന്നത് അങ്ങനത്തെയൊക്കെ കാണുമായിരിക്കും. അല്ല അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ പുറത്ത് വിടാത്ത നല്ല നല്ല പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ല. എൻ്റെ കയ്യിലുണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഞങ്ങളുടെ യാത്രകളിൽ എനിക്ക് കിട്ടിയ മൂമെൻറ്റ്സിലുണ്ട്. അതൊക്കെ പതുക്കെ പുറത്തുവിടാം. സുമതി വളവ് ലാലേട്ടൻ കണ്ട് കാണാൻ സമയം കിട്ടി കാണത്തില്ല സാറിന്. സുമതി വളവിൻ്റെ പ്രൊഡ്യൂസറും ലാലേട്ടൻ്റെ സുഹൃത്താണ് മുരളി ഒന്നും പുറത്ത്. പക്ഷേ ചേച്ചി കണ്ടു, എന്നെ വിളിച്ചിരുന്നു, നല്ല അഭിപ്രായം പറഞ്ഞു. ഒരുപാട് ഇഷ്ടമായി. പാലക്കാട്. താങ്ക് യു. ഇറക്കല്ലേ? ഓക്കെ, താങ്ക് യു.